परमेश्वर का चरणों में समय बिताना हमारा जीवन का सबसे बड़ा सौभाग्य है. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ സമയങ്ങൾ ചെലവഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യകരമായ അവസ്ഥ. लूका रचित सुसमाचार उसका 8 अध्याय का 22 पद से 25 पद तक एक घटना लिखा है. हम उसको मनन करेंगे. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്കൊരു സംഭവം കാണുവാൻ കഴിയും. वहाँ पर लिखा है 22 पद में, फिर एक दिन वह और उसके चेले नाव पर चढ़े और उसने उनसे कहा, आओ झील के पार चले. ഒരു ദിവസം അവൻ ശിശുരുമായി പടകിൽ കയറി നാം തടാകത്തിന്റെ അക്കരെ പോവുക എന്ന് അവരോട് പറഞ്ഞു. हमारा जीवन का ये सफ़र भी ये जो नाव में जो सफ़र के बारे में परमेश्वर का वचन में लिखा है उसी प्रकार है. നമ്മുടെ ജീവിതം എന്നതും ഈ പടകിലെ കടലിൽ സഞ്ചരിക്കുന്ന പടക് പോലെയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെയും നമുക്ക് കാണുവാൻ കഴിയുന്നത്. लिखा है उन्होंने नाव खोल दी. നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട് അവൻ പടകിൽ കയറി. पर जब नाव चल रही थी तो वह सो गया. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു പടക് നീങ്ങിയപ്പോൾ അവന് യേശു ഉറങ്ങി. और झील पर आंधी आई और नाव पानी से भरने लगी और वे जोखिम में थे. അവർ യാത്ര മുമ്പോട്ട് തുടർന്നപ്പോൾ തടാകത്തിൽ ഒരു ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ വെള്ളം നിറഞ്ഞിട്ട് അവർ പ്രാണഭയത്തിലായി. 2000 साल पहले की बात इधर लिखा है. 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. जब यीशु मसीह इस दुनिया में था उस समय की घटना. യേശു ഈ ഭൂമിയിലായിരുന്ന കാലഘട്ടത്തിൽ നടന്ന സംഭവം. 2000 साल पहले की बात है लेकिन सच्चाई है. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഉള്ളത് എന്നത് സത്യമാണ്, എന്നാൽ അത് സത്യമായ ഒരു കാര്യമാണ്. बाइबल की हर एक बात आप आंखें बंद करके विश्वास कर सकते हैं. ബൈബിളിലെ ഏതൊരു കാര്യവും നിങ്ങൾക്ക് കണ്ണടച്ച് വിശ്വസിക്കാവുന്നതാണ്. क्योंकि ये मनुष्य का दिमाग में शुरू हुआ एक बात नहीं है. ഇത് सच्चा परमेश्वर के बारे में लिखा है. ഇത് മനുഷ്യന്റെ ബുദ്ധിയിൽ ഉദിച്ച ഒരു കാര്യമല്ല ഇതിൽ എഴുതിയിരിക്കുന്നത്. ദൈവത്തിന്റെ സർവശക്തനായ ദൈവത്തിന്റെ ഹൃദയത്തിൽ ഉദിച്ച കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. लिखा है जब नाव चल रही थी तो वह सो गया. यीशु सो गया. ഇവിടെ ഇങ്ങനെ കാണുന്നു, അവർ നീക്കി ഓടുമ്പോൾ അവൻ ഉറങ്ങിപ്പോയി എന്ന്. यीशु सो गया. യേശു ഉറങ്ങിയോ? यीशु मसीह जब इस दुनिया में था वो पूरा परमेश्वर था और पूरा मनुष्य भी था. യേശു ഭൂമിയിലായിരുന്നപ്പോൾ അവൻ പൂർണ്ണ മനുഷ്യനായിരുന്നു, അപ്പോൾ തന്നെ അവൻ പൂർണ്ണ ദൈവവുമായിരുന്നു. मेरा और आपका समान वो सोते थे. നമ്മളെപ്പോലെ തന്നെ യേശുവും ഉറങ്ങിയിരുന്നു. यीशु इधर सोने का क्या कारण है? യേശു ഉറങ്ങി എന്നിവിടെ പറയാനുള്ള കാരണം എന്തായിരിക്കും? मेरा एक दोस्त एक दिन प्रचार कर रहा था तो मुझको बहुत अच्छा लगा. उन्होंने अपना बेटी के बारे में बताया. എൻ്റെ ഒരു സുഹൃത്ത് ഒരിക്കൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മകളെക്കുറിച്ച്. वो लोग दोनों, वो और छोटी बेटी अपना गाड़ी में चल रहे थे और वापस आया तो बेटी अच्छा से सो रही थी. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഇളയ മകളും കൂടെ യാത്ര പോയി തിരിച്ചു വരുമ്പോൾ മകൾ നന്നായി ഉറങ്ങിയിരുന്നു. जब गाड़ी से उतरा तो उन्होंने बेटी से पूछा, बेटी तुम खूब सो रही थी? പിതാവ് മകളോട് ചോദിച്ചു, വണ്ടി നമ്മൾ യാത്രയിലായിരുന്നപ്പോൾ മോളെ നീ എന്താണ് ഉറങ്ങിയത്? क्यों सो रही थी तुम? എന്തുകൊണ്ടാണ് നീ അങ്ങനെ ഉറങ്ങിയത്? उन्होंने एक अच्छा उत्तर पापा को दिया. മകൾ പിതാവിനോട് നല്ലൊരു ഉത്തരം പറഞ്ഞു. उन्होंने बोला, पापा आप मुझसे बात नहीं कर रहे थे इसलिए मैं सो रही थी. മകൾ പിതാവിനോട് പറഞ്ഞു, പപ്പ എന്നോട് യാത്രയിൽ എന്നോട് വർത്താനം പറഞ്ഞില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഉറങ്ങിപ്പോയതെന്ന്. प्यारो, यीशु हमारा नाव में है. പ്രിയപ്പെട്ട സ്നേഹിതരെ, യേശു നമ്മുടെ പടകിലുണ്ട്. क्या हम यीशु से बात करते हैं? എന്താ നമ്മൾ യേശുവായിട്ട് സംസാരിക്കുന്നുണ്ടോ? कि हम यीशु को सोने देते हैं? അതോ നമ്മൾ യേശുവിനെ ഉറങ്ങാൻ അനുവദിക്കുന്നുണ്ടോ? अगर हमारा नाव नहीं डूबना है ना, एक अच्छा तरीका है. നമ്മുടെ പടക് മുങ്ങാതിരിക്കണമെങ്കിൽ ഒരു നല്ല മാർഗമുണ്ട്. यीशु से बातें करते रहिए. യേശുവിനോട് എപ്പോഴും നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുക. आज भी हम यीशु से बात कर सकते हैं. ഇപ്പോഴും നിങ്ങൾക്ക് യേശുവിനോട് സംസാരിക്കാം. हम कैसा बात कर सकते हैं? നമുക്ക് എങ്ങനെ യേശുവുമായി സംസാരിക്കാം? जब हम प्रार्थना करते हैं हम परमेश्वर से यीशु से बात कर रहे हैं. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവവുമായി യേശുവുമായി സംസാരിക്കുകയാണ്. जब हम परमेश्वर का वचन मनन करते हैं तो हम यीशु से बात करते हैं. നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ, ദൈവവചനം ധ്യാനിക്കുമ്പോൾ നാം ദൈവവുമായി യേശുവുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. देखिए इनका इस नाव में
आंधी और तूफान। നോക്കുക, ഇവിടെ അവരുടെ ശിഷ്യന്മാരുടെ പടകിൽ ചുഴലിക്കാറ്റും തിരമാലകളും ആഞ്ഞടിക്കുകയാണ്. लिखा है आंधी आई और नाव पानी से भरने लगी और वो ये जोखिम में थे। ഇവിടെ ഇങ്ങനെ കാണുന്നു, ഒരു ചുഴലിക്കാറ്റുണ്ടായി, പടകിൽ വെള്ളം നിറഞ്ഞിട്ട് അവർ പ്രാണഭയത്തിലായി. आपका जीवन का इस नाव में क्या आंधी और तूफान का समस्या है? നിങ്ങളുടെ ഈ ക്രിസ്തീയ ജീവിതത്തിൽ എന്താ കാറ്റും ചുഴലിക്കാറ്റുകളും അല്ലെങ്കിൽ തിരമാലകൾക്ക് സമാനമായ വിഷയങ്ങളാണ് നിങ്ങൾ ഭാരപ്പെടുകയാണ്? आपको ऐसा लगता है क्या ये नाव आगे नहीं बढ़ेगा? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ ജീവിതമാവുന്ന പടക് മുമ്പോട്ട് ഇനി ഒരു അടി പോകില്ല എന്ന്? क्या आपको ऐसा लग रहा है क्या ये नाव इधर डूब जाएगा? നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ ഈ ജീവിതമാം പടക് ഇവിടെ ഈ സമുദ്രത്തിൽ താന്നു പോകുമെന്ന്? क्या आप खेते खेते थक गए हैं क्या? मेहनत करते करते थक गए हैं क्या? നിങ്ങൾ പരിശ്രമിച്ച് നിങ്ങൾ തളർന്ന വ്യക്തിയാണോ? आप यीशु को जानते होंगे, നിങ്ങൾക്ക് യേശുവിനെ ഒരു പക്ഷേ അറിയാമായിരിക്കാം. आप कई बातें उनके बारे में जानते होंगे, യേശുവിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? इसके बावजूद भी आपका नाव में आंधी और तूफान का समस्या। എന്നിട്ടും നിങ്ങളുടെ ജീവിതമാം പടകിൽ ഈ കാറ്റും പ്രതികൂലങ്ങളും ആഞ്ഞടിക്കും. इस नाव में यीशु है, ഈ പടകിൽ യേശു ഉണ്ട്. यीशु होने के बावजूद भी इधर आंधी और तूफान आया। യേശു ഉണ്ടായിട്ടും ഇവിടെ കാറ്റും പ്രതികൂലങ്ങളും ആഞ്ഞടിക്കുകയാണ്. प्यारो, आप यीशु के साथ चलते वक्त भी आंधी और तूफान हो सकता है। പ്രിയ സ്നേഹിതരെ, നിങ്ങൾ യേശുവിനോടൊപ്പം നടന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ആഞ്ഞടിക്കാൻ സാധ്യതയുണ്ട്. आपका जीवन में समस्या आ सकते हैं, നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരാം. परमेश्वर का वचन में कहीं ऐसा नहीं लिखा है यीशु को स्वीकार करो फिर कभी बीमारी नहीं आएगा। തിരുവചനത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല യേശുവിനെ നിങ്ങൾ സ്വീകരിച്ചത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പിന്നെ ഒരിക്കലും പ്രതിസന്ധികൾ ഉണ്ടാകില്ല. वचन में कभी भी ऐसा नहीं लिखा है अब यीशु को स्वीकार करे फिर आर्थिक समस्या कभी नहीं आएगा। വചനത്തിൽ ഒരിക്കലും തിരുവചനത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല യേശുവിനെ സ്വീകരിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ തളർത്തുന്നതായ വിഷയങ്ങൾ ഒന്നും വരികയില്ല എന്ന്. यीशु मसीह का सबसे जाने माने एक चेला है प्रेरित पौलुस। യേശുവിന്റെ കൂടെ നടന്ന യേശുവിനെ നന്നായി അറിയാവുന്ന ഒരു വ്യക്തിയാണ് അപ്പോസ്തലനായ പൗലോസ്. यीशु का इतना दर्शन पाया हुआ व्यक्ति, യേശുവിനെ കുറിച്ച് ഇത്രയും അധികം ദർശനം ലഭിച്ച ഒരു വ്യക്തി, दर्शन में स्वर्ग तक पहुंचा हुआ व्यक्ति, ദർശനത്തിൽ അവൻ സ്വർഗത്തോളം എടുക്കപ്പെട്ടവൻ. लेकिन मालूम है നിങ്ങൾക്കറിയാമോ, जीवन में यीशु का पीछे चलने के कारण या यीशु का पीछे चलते हुए सबसे ज्यादा कष्ट सहा हुआ एक व्यक्ति है प्रेरित पौलुस। നിങ്ങൾക്കറിയാമോ, യേശുവിന് വേണ്ടി നിന്നതുകൊണ്ട് യേശുവിനെ കുറിച്ച് നന്നായി അറിഞ്ഞതിന് ശേഷവും തൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ഈ നാമത്തിന് വേണ്ടി കഷ്ടം സഹിച്ചൊരു വ്യക്തിയാണ് ധന്യനായ പൗലോസ്. लेकिन जब वो यीशु के साथ चलते हुए कष्ट में थे तब भी वो निराश नहीं था क्योंकि उनको मालूम था यीशु मेरे साथ है। എന്നാൽ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, യേശുവിനോടൊപ്പം നടന്ന വ്യക്തിയാണ്. യേശുവിനോടൊപ്പം നടക്കുമ്പോൾ തന്നെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്ന് കഷ്ടങ്ങൾ വന്ന്, എന്നാൽ ഒരിക്കലും താൻ നിരാശനല്ലായിരുന്നു. കാരണം തനിക്കൊരു കാര്യം നിശ്ചയമുണ്ടായിരുന്നു, യേശു എൻ്റെ കൂടെയുണ്ട് എന്നുള്ള കാര്യം. वो निराश नहीं था क्योंकि उनको मालूम था मेरा ये नाव नहीं डूबेगा। അദ്ദേഹം ഒരിക്കലും നിരാശനല്ലായിരുന്നു. കാരണം അദ്ദേഹത്തിന് ഒരു കാര്യം നിശ്ചയമായിരുന്നു, എൻ്റെ പടക് ഒരിക്കലും തകരുകയില്ല എന്ന്. प्यारो, जरूरी इस बात का है आपका नाव में यीशु हो। ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളുടെ പടകിൽ യേശു ഉണ്ട്. आप इस नाव में यीशु से बातें करते रहे। നിങ്ങൾ ദയവായി യേശുവുമായി ഈ പടകിൽ സംസാരിച്ചു കൊണ്ടിരിക്കണം. आप अकेले नहीं हैं, यीशु अगर आपके नाव में है आपका ये नाव नहीं डूबेगा। നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളോടൊപ്പം യേശു ഉണ്ട്. യേശു നിങ്ങളുടെ പടകിലുണ്ടെങ്കിൽ നിങ്ങൾ യേശുവുമായി സംസാരിക്കണം, നിങ്ങളുടെ പടക് മുങ്ങുവാൻ ഇടവരികയില്ല. 24 पद में लिखा है वो कहता है स्वामी स्वामी हम नाश हुए जाते हैं। 24 വാക്യത്തിൽ കാണുന്നു, നാഥ നാഥ ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. तब उसने उठकर आंधी और पानी की लहरों को डांटा और वे थम गए और चैन हो गया। അവൻ എഴുന്നേറ്റു കാറ്റിനെയും വെള്ളത്തിന്റെ കോപത്തെയും ശാസിച്ചു, അവ അമർന്നു, ശാന്തതയുണ്ടായി. പിന്നെ അവരോട്, आपका नाव में आंधी और तूफान आ सकता है, നിങ്ങളുടെ പടകിലും കൊടുങ്കാറ്റും തിരമാലകളും ആഞ്ഞടിക്കാം. लेकिन यीशु उठेगा और यीशु इस आंधी और तूफान से कहेगा, इधर लिखा है चैन आ गया तुरंत। ഇവിടെ നമുക്ക് കാണുന്നത് യേശു ഉണ്ട്, കാറ്റും തിരമാലകളും അടിക്കാമെന്നാൽ യേശു എഴുന്നേറ്റ് കഴിഞ്ഞാൽ, അവനൊരു വാക്ക് കൽപ്പിച്ചു കഴിഞ്ഞാൽ ഏത് കൊടുങ്കാറ്റും ഏത് തിരമാലകളും അത് ശാന്തമായിരിക്കും. परमेश्वर का वचन आपसे आज साफ साफ बात करते हैं। തിരുവചനം നിങ്ങളോട് വളരെ വ്യക്തമായി നിങ്ങളോട് സംസാരിക്കുകയാണ്. कितना भी बड़ा आंधी और तूफान आए, എത്ര വലിയ കൊടുങ്കാറ്റായിരുന്നാലും ചുഴലിക്കാറ്റായിരുന്നാലും, क्या आप
परमेश्वर से प्रभु यीशु से बात करने के लिए तैयार है? അത് നിങ്ങളുടെ ജീവിതത്തിൽ അടിക്കുകയില്ല. നിങ്ങൾ യേശുവുമായി സംസാരിക്കാൻ തയ്യാറാണോ? बात करना है तो आपको उनसे एक संबंध होना जरूरी है. യേശുവുമായി സംസാരിക്കണമെങ്കിൽ നിങ്ങൾക്ക് യേശുവുമായി ഒരു ബന്ധം വേണം. जिनसे संबंध नहीं है उनसे हम कैसा बात कर सकते ഒരു हैं? വ്യക്തിയുമായി നമുക്ക് യാതൊരു ബന്ധമില്ലെങ്കിൽ എങ്ങനെ അവരുമായിട്ട് നമ്മൾ तो സംസാരിക്കും? सबसे पहले हमको उनके साथ संबंध होना है. ഏറ്റവും ആദ്യം നമുക്ക് ആവശ്യമായിരിക്കുന്നത് ദൈവവുമായി യേശുവുമായി ഒരു ബന്ധം നമുക്ക് क्या आपके नाव में यीशु है? എന്താ നിങ്ങളുടെ പടകിൽ യേശു ഉണ്ടോ? आपका जीवन में यीशु है? നിങ്ങളുടെ ജീവിതത്തിൽ യേശു ഉണ്ടോ? मैं यीशु को जानता हूँ. എനിക്ക് യേശുവിനെ അറിയാം. हम एक व्यक्ति को प्रभु के बारे में बता रहे थे. ഞാൻ യേശുവിനെ കുറിച്ച് ഒരു വ്യക്തിയോട് പറയുമ്പോൾ उन्होंने बोला जी जी मैं जानता हूँ, मैं उनके बारे में जानता हूँ. എനിക്കറിയാം യേശുവിനെ കുറിച്ച് ഞാൻ ഒത്തിരി കാര്യങ്ങൾ കണ്ടു, എനിക്കറിയാമെന്ന് പറഞ്ഞു. वही यीशु है ना जो बैतलहम में जन्म हुआ था? ആ യേശു അല്ലേ ബെത്ലഹേമിൽ ജനിച്ച ആ യേശുവിനെ കുറിച്ചല്ലേ നിങ്ങൾ പറയുന്നത്? वही यीशु ना जिसका हम क्रिसमस मनाते हैं? ആ യേശു അല്ലേ, ആ യേശുവിന്റെ പേരിലല്ലേ നമ്മൾ ക്രിസ്മസ് കൊണ്ടാടുന്നത്? वही ना यीशु जो क्रूस पर चढ़ गया था? ആ യേശു അല്ലേ ക്രൂസിൽ മരിച്ചത്? उनको कई बात मालूम है, ആ വ്യക്തിക്ക് ചില കാര്യങ്ങളൊക്കെ അറിയാം. लेकिन सवाल यह है क्या यीशु से संबंध है? എന്നാൽ ചോദ്യം ഇതാണ്, യേശുവുമായി നിങ്ങൾക്കൊരു ബന്ധമുണ്ട്? जी जी हम चर्च में जाते हैं, हम कलीसिया में जाते हैं. ഉണ്ട്. ഞാൻ ആരാധനയ്ക്ക് പോകാറുണ്ട്, ഞാൻ എല്ലാ മീറ്റിങ്ങുകൾക്കും പങ്കെടുക്കാറുണ്ട്. हमने ऐसा नौजवानों का, कई लोगों का गवाही, उनका जीवन का बातें हमने ऐसा सुना है. ചില യവനക്കാരുടെ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ കേട്ടു. मेरा पापा मम्मी बुलाते थे इसलिए हम चर्च जाते थे. എൻ്റെ പപ്പയും മമ്മിയൊക്കെ വിളിക്കുന്നത് കൊണ്ടാണ് ഞാൻ ചർച്ചിൽ പോകുന്നത്, ആരാധനയ്ക്ക്. मैं जाते थे, नहीं तो घर में खूब डांट पड़ता था इसलिए मैं वहां पर जाते थे. വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കേണ്ട, അതുകൊണ്ടാണ് ഞാൻ ചർച്ചിൽ പോകുന്നത്. प्रचार होता था, हमको कुछ भी उससे संबंध नहीं था. പ്രസംഗിക്കുന്നുണ്ട്, എന്നാൽ എനിക്കതുമായി യാതൊരു ബന്ധവുമില്ല. मैं शारीरिक रीति से उस बिल्डिंग में तो था, लेकिन वहां पर जो जिसके बारे में प्रचार हो रहा था, यीशु के बारे में प्रचार हो रहा था, उनके साथ मेरा कोई संबंध नहीं था. ഞാൻ ശാരീരികമായി ആരാധനാലയത്തിലുണ്ടെങ്കിലും അവിടെ പ്രസംഗിക്കുന്ന ദൈവവചനവുമായോ അല്ലെങ്കിൽ യേശുവുമായി എനിക്ക് യാതൊരുവിധ ബന്ധവുമില്ല. प्रचार बंद होता था, चर्च खत्म होता था, मैं बाहर आता था, मेरा पुराना जीवन जो यीशु के साथ कोई संबंध नहीं, ऐसा जीवन में बिताता था. ആരാധന കഴിഞ്ഞു, ആരാധനാലയം അടച്ചു, എല്ലാവരും പോയി, ഞാനും പോന്നു. എൻ്റെ പഴയ ജീവിതം അത് അങ്ങനെ തന്നെ മുമ്പോട്ട് പോയി, യേശുവുമായി യാതൊരു ബന്ധവുമില്ല. आज प्रभु यीशु हमको बुला रहे हैं. ഇന്ന് ഈ നിമിഷം യേശു നമ്മളെ വിളിക്കുകയാണ്. उनके साथ संबंध है के बनाने के लिए, യേശുവുമായി ഒരു നല്ല ബന്ധം പുലർത്തുക. आपके साथ चलने के लिए वो तैयार है. യേശു നിങ്ങളുമായി ചേർന്ന് നടക്കുവാൻ ആഗ്രഹിക്കുന്നു. इधर यीशु चेलों से कहते आओ झील के पार चले. യേശു അവരോട് यीशु उनके साथ चलना चाहते हैं. യേശു അവരോടൊപ്പം ചേർന്ന് നടക്കുവാൻ ആഗ്രഹിക്കുന്നു. मुझको और आपको यीशु बुला रहा है, वो हमारे साथ चलने के लिए तैयार है. യേശു എന്നെയും നിങ്ങളെയും വിളിക്കുകയാണ്, നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നു, അവനോടൊപ്പം ചേർന്ന് നടക്കുക. जो जहाज में जो काम करते हैं ना, उन लोगों से पूछेगा तो हमको मालूम हो जाएगा, समुंदर मतलब वहाँ पर कभी भी आंधी तूफान जैसा बड़े बड़े लहरों का समस्या कभी भी हो सकता है. ഈ കപ്പലിൽ ജോലി ചെയ്യുന്ന ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ എപ്പോൾ വേണമെങ്കിലും തിരമാലകളുടെയും വലിയ തിരമാലകളുടെയും ചുഴലിക്കാറ്റിൻ്റെയും പ്രതിസന്ധികൾ ഏത് സമയത്തും വേണമെങ്കിലും നമുക്കെതിരെ ആഞ്ഞടിക്കാം. 2 साल समुद्र में जहाज में काम किया और कोई दिक्कत नहीं हुआ, बिल्कुल शांत था और कोई भी आंधी नहीं आया, लहर का कोई भी समस्या नहीं आया. ऐसा शायद कोई नहीं बोलेगा जो जहाज में काम करते हैं. 2 വർഷത്തോളം കപ്പലിൽ ജോലി ചെയ്തിട്ട് ഒരു വ്യക്തിയും പറയത്തില്ല ഈ 2 വർഷത്തിനിടയ്ക്ക് യാതൊരു ചുഴലിക്കാറ്റോ കൊടുങ്കാറ്റോ ഒന്നും ഞാൻ സഞ്ചരിച്ച കപ്പലിൽ വന്നില്ല എന്ന് ഒരു വ്യക്തിക്കും അങ്ങനെ പറയുവാൻ കഴിയും. प्यारो, हमारा ये जीवन भी समंदर में चलने वाला उस नाव के समान है. എന്നെ കേൾക്കുന്ന പ്രിയ ജനമേ, നമ്മുടെ ഈ ജീവിതവും സമുദ്രത്തിൽ സഞ്ചരിക്കുന്ന ഒരു പടകിന് തുല്യമാണ്. हमारा जीवन में लहर, आंधी, तूफान आ सकता है. നമ്മുടെ ജീവിതത്തിലും കാറ്റും തിരമാലകളും കൊടുങ്കാറ്റും എല്ലാം ആഞ്ഞടിക്കാം. वहां पर कौन हमको बचाएगा? അവിടെ നിന്ന് ആര് നമ്മെ രക്ഷിക്കും? हम कभी कभी सोचते हैं मेरा पैसा हमको बचाएगा, ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് എൻ്റെ പണം എന്നെ രക്ഷിക്കും. कभी हम सोचते हैं मेरा बुद्धि हमको बचाएगा, ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുക നമ്മുടെ ബുദ്ധി കൊണ്ട് എനിക്ക് അതിനെ ജയിക്കാം. कभी हम सोचते हैं मेरा जाति, मेरा पृष्ठभूमि मुझको बचाएगा. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും എൻ്റെ ജാതി മഹിമ കൊണ്ട്, എൻ്റെ കുലമഹിമ കൊണ്ട് എനിക്ക് അതിനെ ജയിക്കാം. प्यारो, अब शायद कोई ऐसा नहीं बोलेगा.
എന്നാൽ എന്നെ കേൾക്കുന്നവരെ ഈ ഒരു അവസ്ഥയിൽ ആരും അങ്ങനെ ചിന്തിക്കുന്നില്ല. हमने देखा है ये कोरोना का इस समस्या को हमने देखा है. നമ്മളെല്ലാവരും കണ്ടതാണ് ഈ കൊറോണയുടെ പ്രതിസന്ധിയെ. देखिए पूरा दुनिया का पूरा सारा कोरोना को एक साथ अगर लेकर उसका वजन लेगा तो शायद 5 ग्राम होगा. ഈ ലോകത്തിൽ വന്ന കൊറോണ എല്ലാത്തിനും കൂടെ എടുത്ത് നമ്മൾ അതിന്റെ തൂക്കം നോക്കുകയാണെങ്കിൽ 5 ഗ്രാമിൽ കൂടുതലില്ല. लेकिन आप वो क्या है एक बुखार आता है, बस वही है बुखार है. അതൊരു ഒരു നിസ്സാര പനിയാണ്, ഒരു പനി വരും, അത്ര മാത്രമേ ഉള്ളൂ. लेकिन आपको मालूम है ये जो कोरोना बीमारी से कोरोना का द्वारा जो बीमारी हुआ उससे इस दुनिया में पिछले करीब 2 साल के अंदर 50 लाख लोगों का मृत्यु हुआ है. എന്നാൽ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ഇത്ര നിസ്സാരമെന്ന് പറഞ്ഞ് ഈ കൊറോണയുടെ പനിയാൽ ഈ ഭൂമിയിൽ നിന്ന് കഴിഞ്ഞ 2 വർഷത്തിനിടയ്ക്ക് 50 ലക്ഷത്തിലധികം ജീവനുകളാണ് പൊലിഞ്ഞത്. बड़े बड़े देश आपस में लड़ते हैं, कहीं भी ऐसा मृत्यु नहीं होता है. അനേകം വലിയ രാജ്യങ്ങൾ തമ്മിൽ അടിക്കാറുണ്ടെന്നാൽ ഒരിക്കലും ഇത്രയൊരു വലിയ ആൾനഷ്ടം ഉണ്ടായിട്ടില്ല. मैं और आप कोरोना को नहीं देखा है. ഞാനോ നിങ്ങൾ ഒരുപക്ഷെ കൊറോണയെ കണ്ടിട്ടില്ലായിരിക്കും. ये छोटा सा वायरस है, दिखता नहीं है. ഇതൊരു ചെറിയ വൈറസാണ്, അതിനെ കാണുവാൻ കൂടിയില്ല. लेकिन मनुष्य के साथ उन्होंने जो युद्ध शुरू किया ना 50 लाख लोगों का मृत्यु हुआ. എന്നാൽ അത് മനുഷ്യനുമായിട്ട് യുദ്ധം ചെയ്യാൻ ആരംഭിച്ചു. അത് 50 ലക്ഷം ജീവനുകളെയാണ് എടുത്തുകൊണ്ട്. शायद कई बार हमने सोचा इस नाव को मैं बचाऊंगा, मेरा बेल से मैं बचाऊंगा. പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാകും എൻ്റെ പടകിനെ എൻ്റെ ശക്തി കൊണ്ട് എൻ്റെ ബലം കൊണ്ട് ഞാൻ ജയിക്കുമെന്ന്. प्यारो नहीं, हमको किसी का जरूरत है. പ്രിയജനമേ, ഒരിക്കലുമല്ല നമുക്ക് ചിലരുടെ സഹായം ആവശ്യമാണ്. इस नाव को उस पार पहुंचाने के लिए एक ही व्यक्ति के पास ताकत है, वो है प्रभु यीशु मसीह. ഈ പടകിനെ അക്കരെ എത്തിക്കുവാൻ കഴിവുള്ള ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, അവനാണ് യേശു. यीशु उठा और लहरों को डांटा और वो थम गया. യേശു എഴുന്നേറ്റ് അവൻ കാറ്റിനെയും കടലിനെയും ശാസിച്ചു, അത് ശാന്തമായി. आज हो सकता है आपका जीवन में कुछ लहरों का समस्या, कुछ आंधी का समस्या. ഒരുപക്ഷെ ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും കൊടുങ്കാറ്റിന് സമമായ ചുഴലിക്കാറ്റിന് സമമായ പ്രതിസന്ധിയിലായിരിക്കാം നിങ്ങളായിരിക്കും. बीमारी का समस्या, आर्थिक समस्या. നിങ്ങളുടെ ജീവിതത്തിൽ രോഗം കൊണ്ട് നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടാകും, അല്ലെങ്കിൽ മറ്റു പല വിഷയങ്ങൾ കൊണ്ട് നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടാകാം. कई लोगों ने कुछ लोगों ने आपको कहा है जीवन में जब जरूरत होता है मुझको याद करना, एक फोन कर लेना. പലപ്പോഴും നിങ്ങളോട് പലരും പറഞ്ഞിട്ടുണ്ടാകാം, നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങൾ വരുമ്പോൾ നീ എന്നെ ഒരു കോൾ വിളിക്കണം, ഒരു ഫോൺ കോൾ വിളിക്കണം. मुझको एक दोस्त बोल रहा था, वो जरूरत में था और उन्होंने याद किया, उसके बारे में उनको बोला था तुम मुझको फोन कर लेना, मैं मदद करूंगा. ഒരിക്കലും എൻ്റെ ഒരു സ്നേഹിതൻ ഇങ്ങനെ പറയുണ്ടായി, അദ്ദേഹത്തിൻ്റെ ഒരു ഏത് പ്രതിസന്ധി വന്നാലും എന്നെ ഉടനെ വിളിക്കണമെന്ന് തൻ്റെ സ്നേഹിതൻ അദ്ദേഹത്തോട് പറഞ്ഞതായിട്ട്. जब परेशानी आया उन्होंने फोन किया, एक बार नहीं 10 बार फोन किया, उन्होंने कभी फोन नहीं उठाया. എന്നാൽ പ്രതിസന്ധിയുടെ മൂർത്തിൻ്റെ അവസ്ഥയിൽ താൻ തൻ്റെ സ്നേഹിതനോട് വാക്ക് പറഞ്ഞ സ്നേഹിതന് ഫോൺ വിളിച്ചു, 1 അല്ല 10 തവണ വിളിച്ചു, പക്ഷെ അദ്ദേഹം ഫോൺ എടുത്തിട്ടില്ല. दुनिया में कई बार लोग जो मदद कर सकते हैं वो नहीं करते हुए दूसरा रास्ता ले लेते हैं. എന്നാൽ ഈ ലോകത്ത് നമ്മെ സഹായിക്കാൻ പലർക്കും സാധിക്കും, എന്നാൽ അവർ ഒന്നല്ല മറ്റൊരു രീതിയിലായിരിക്കും. कभी कभी ऐसा होते हैं आपका मदद करना चाहते हैं कोई, लेकिन वो कर नहीं पाते हैं. എന്നാൽ പലപ്പോഴും നമുക്കറിയാം പലരും നമ്മെ സഹായിക്കണമെന്ന് ആഗ്രഹിക്കും, പക്ഷെ അവർക്ക് സഹായിക്കാൻ കഴിയാതെ പോകുന്നു. लेकिन प्यारो, आपको हमेशा मदद करने के लिए तैयार और जो आपको मदद करने के लिए सक्षम एक व्यक्ति के बारे में आज आप सुन रहा है, वो है प्रभु यीशु. എന്നാൽ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ നിരന്തരം എന്നും നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ സഹായിക്കുവാൻ കഴിവുള്ള ശക്തനായ ഒരുവനെ കുറിച്ചാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്, അവനാണ് യേശു. आपका जीवन का सबसे बड़ा समस्या का लहर को भी उनका एक शब्द से वो थम जाएगा, वो ताकत उनके पास है. നിങ്ങളുടെ ജീവിതത്തിലെ തിരമാലകൾക്ക് സമാനമായ എത്ര വലിയ വിഷയങ്ങൾ കടന്നു വന്നാലും അതിനെ ഒരൊറ്റ വാക്കുകൊണ്ട് ശാന്തമാക്കാൻ കഴിവുള്ളവനാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു. हमारा जीवन का ऐसा कोई भी समस्या नहीं है जिसका उत्तर, जिसका सॉल्यूशन यीशु मसीह के पास नहीं है. നമ്മുടെ ജീവിതത്തിൽ യാതൊരുവിധ പ്രയാസങ്ങളുമില്ല, യേശുവിന് പരിഹരിക്കാൻ കഴിയാത്തതായ, യേശുവിന് ഉത്തരമില്ലാത്തതായ യാതൊരു വിഷയവും നമ്മുടെ ജീവിതത്തിലില്ല. आप में से कोई ये आवाज, इस संदेश को सुनते हैं और आप सोचते हैं क्या मेरा यह समस्या का उत्तर प्रभु के पास है? ഞങ്ങളുടെ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളിൽ പലരും ചിന്തിക്കുക, എൻ്റെ ജീവിതത്തിൽ ഞാനിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്ക് യേശുവിൻ്റെ അടുക്കലും പരിഹാരമുണ്ടോ എന്ന്. क्या मेरा ये परेशानी से यीशु मुझको छुड़ा सकता है? എൻ്റെ ഈ പ്രതിസന്ധിയിൽ നിന്ന് എന്നെ യേശുവിന് വിടുവിക്കാൻ കഴിയുമോ? आपको जरूर परमेश्वर प्रभु यीशु उस परेशानी से छुड़ा सकते हैं. നിങ്ങളെ തീർച്ചയായും യേശു നിങ്ങളിപ്പോൾ അഭിമുഖീകരിക്കുന്ന വിഷയത്തിൽ നിന്നും വിടുവിക്കുവാൻ ശക്തനാണ്. इधर देखिए,
एकाएक ये आंधी और तूफान थम गया ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും അവ അമർന്നു, ശാന്തത ഉണ്ടായി. और चेले लोग कहने लगे, ये कौन है जो आंधी और पानी को भी आज्ञा देता है और वे उसकी मानते हैं. ഇവിടെ ഇങ്ങനെ നമുക്ക് കാണുന്നു, ഇവൻ ആര്, ഇവൻ കാറ്റിനോടും വെള്ളത്തോടും കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് തമ്മിൽ പറഞ്ഞു ആശ്ചര്യപ്പെട്ടു. आंधी और तूफान का कारण है क्या? തിരമാലകൾക്കും കൊടുങ്കാറ്റിനും ചെവിയുണ്ടോ? आंधी और तूफान को आंख है क्या? കൊടുങ്കാറ്റിനും ചുഴലിക്കാറ്റിനും എന്ന കണ്ണുണ്ടോ? प्यारो, आंधी और तूफान, समुंदर और पहाड़, ये तारे और चंद्रमा सबको बनाने वाला एक परमेश्वर है, वह है प्रभु यीशु. കടലിനെയും കാറ്റിനെയും കരയെയും സമുദ്രത്തെയും നക്ഷത്രങ്ങളെയും സകലത്തെയും സൃഷ്ടിച്ചവനാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു. वो बोलेगा तो समुंदर को सुनना पड़ेगा. യേശു പറഞ്ഞു കഴിഞ്ഞാൽ സമുദ്രം കേൾക്കേണ്ടി വരും. वो बोलेगा तो लहरों को, आंधी को सुनना पड़ेगा. യേശു പറഞ്ഞു കഴിഞ്ഞാൽ തിരമാലകൾക്കും കൊടുങ്കാറ്റിനും കേൾക്കേണ്ടി വരും. आज आपका जीवन का लहर शांत हो जाएगा. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെയും തിരമാലകൾ ശാന്തമാകാൻ, आपका जीवन का आंधी थम जाएगा. നിങ്ങളുടെ ജീവിതത്തിലെ ആ കൊടുങ്കാറ്റുകൾ ഇന്ന് ശാന്തമാകാൻ പോവുകയാണ്. हम हमारी आंखों को बंद करके प्रार्थना करेंगे. നമ്മൾ കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. हे प्रभु, हम आपके चरणों में आते हैं. പ്രിയ പിതാവേ, ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിലേക്ക് അടുത്തു वो जो चेलों का जीवन में उस दिन आपने जो काम किया है, वो काम इसलिए आपका वचन में लिखा है ताकि हम भी विश्वास करें. കർത്താവേ, അങ്ങയുടെ ശിഷ്യന്മാരുടെ കൂടെ അങ്ങ് ചെയ്ത വൻ പ്രവൃത്തികൾ അത് ഇങ്ങനെ കാണുവാൻ കഴിയുന്നത് ഞങ്ങളുടെ വിശ്വാസത്തിൽ ഉറക്കേണ്ടതിനായിട്ടാണ്. ये जो नाव है हमारा, वो उस पार जरूर पहुंचेगा अगर आप हमारे साथ हैं. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ ഞങ്ങളുടെ ജീവിതമാകുന്ന ഈ പടക് അക്കരെ അത് എത്തുക തന്നെ ചെയ്യും. उस अनंत जीवन का तीर पर, उस अनंत जीवन का लक्ष्य तक, उस अनंत जीवन का उस स्वर्ग राज्य में हमेशा के लिए जरूर हम आपके साथ पहुंचेंगे. കർത്താവേ, അങ്ങയോടൊപ്പം ഞങ്ങൾ നിത്യതയുടെ ആ ശാന്ത തുറമുഖത്ത്, നിത്യതയുടെ ആ സമാധാനത്തിന്റെ തീരത്ത് ഞങ്ങൾ എത്തുക തന്നെ ചെയ്യും. परमेश्वर, हम प्रार्थना करते हैं പിതാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. बीमारी का समस्या से, കർത്താവേ, രോഗത്തിന്റെ പ്രതിസന്ധി, आर्थिक समस्या से, കർത്താവേ, പ്രതികൂലങ്ങളുടെ നടുവിൽ, परिवार की समस्या से, കർത്താവേ, കുടുംബത്തിന്റെ പ്രയാസങ്ങളായിരിക്കും, बच्चों को लेकर परेशानी से, കർത്താവേ, കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ ഭാരപ്പെടുന്നവർ, आज बहुत परेशानी से गुजरने वाले लोगों को हम आपके चरणों में लाते हैं परमेश्वर. കർത്താവേ, ഇന്ന് ഞങ്ങൾ ഏതുവിധ പ്രയാസങ്ങളിലായിരിക്കുന്നവരെയും കർത്താവേ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ओ പ്രാർത്ഥിക്കുന്നു. प्रभु, उस आंधी और तूफान को आप बोले थम जाए. കർത്താവേ, അങ്ങ് ഈ കേൾക്കുന്നവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങളോട് കർത്താവേ അങ്ങ് ഒരു വാക്ക് കൽപ്പിക്കണം, അത് ശാന്തമാകും. आपका एक शब्द काफी है परमेश्वर. കർത്താവേ, അങ്ങയുടെ ഒരു വാക്ക് മതി. वो विश्वास के साथ आज आपसे जो विनती करते हैं, उनका जीवन का आंधिया अभी इसी वक्त थम जाए यीशु के नाम से. അത് നിങ്ങളോട് വിശ്വാസത്തോടെ പറയുന്നു, അത് നിങ്ങളുടെ ജീവിതത്തിൽ ശാന്തമാകുക തന്നെ ചെയ്യും. ये जो संदेश सुनते एक एक व्यक्ति का जीवन में वो विश्वास दीजिए परमेश्वर. കർത്താവേ, ഇന്ന് ഞങ്ങൾ ഈ വചന ശബ്ദം കേൾക്കുന്ന എല്ലാവരുടെയും ഹൃദയത്തിൽ കർത്താവേ ആ നിശ്ചയമായ വിശ്വാസം അവർക്ക് ओ प्रभु, आपने उन चेलों से पूछा तुम्हारा विश्वास कहाँ है. കർത്താവേ, അങ്ങയുടെ ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങളുടെ വിശ്വാസം എവിടെ? आप आज हमसे भी कहते हैं, जो आपने हमको जो अथॉरिटी दिया है, आपने हमको जो ताकत दिया है, उस ताकत को, उस शक्ति को इस्तेमाल करते हुए, आप पर विश्वास करते हुए हम उस आंधी और तूफान को बोल सकते हैं थम जाओ, और वो थम जाएगा. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകി തന്ന അധികാരത്താൽ, അങ്ങ് ഞങ്ങൾക്ക് നൽകി തന്ന ശക്തിയാൽ, കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതികൂലമായി ആഞ്ഞടിക്കുന്ന എല്ലാ കാറ്റിനോടും എല്ലാ തിരമാലകളോടും ഞങ്ങൾ ഒരു വാക്ക് കൽപ്പിച്ചാൽ അത് ശാന്തമാകുക തന്നെ ചെയ്യും. ओ प्रभु, ऐसा विश्वास दे. കർത്താവേ, അങ്ങനെ ഒരു ഉറച്ച വിശ്വാസം ഞങ്ങൾ आज ये संदेश सुनने वाले एक एक व्यक्ति का जीवन में उस प्रकार का विश्वास दे परमेश्वर. കർത്താവേ, ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളുടെയും ഹൃദയത്തിൽ ദൈവമേ അങ്ങനെ ഒരു ഉറച്ച വിശ്വാസം നൽകണമപ്പ. आपका साथ उनका ऐसा एक संबंध दे परमेश्वर. കർത്താവേ, അങ്ങയോടൊപ്പം അങ്ങനെ ഒരു നല്ല ബന്ധം അവർക്ക് നൽകണമേ. केवल इस दुनिया का कुछ जरूरतों के लिए नहीं, കർത്താവേ, ഭൂമിയിലെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലപ്പ. केवल इस दुनिया का बीमारी चंगा होने के लिए नहीं, കർത്താവേ, ഭൂമിയിൽ ഞങ്ങൾക്കുണ്ടാകുന്ന
രോഗങ്ങളിൽ നിന്നൊരു വിടുതലിന് വേണ്ടി മാത്രമായിട്ടല്ലപ്പാ. केवल इस दुनिया का आर्थिक समस्या ठीक होने के लिए नहीं, കർത്താവേ, ഭൂമിയിൽ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളിൽ നിന്ന് ഒരു വിടുതലിന് വേണ്ടി മാത്രമായിട്ടല്ല, बल्कि हमेशा आपके साथ अनंत जीवन में प्रवेश करने के लिए. എന്നാൽ അതിനെല്ലാം അപ്പുറമായി കർത്താവെ, അങ്ങയോടൊപ്പം നിത്യതയിൽ ഞങ്ങൾ അങ്ങയോടൊപ്പം കർത്താവെ നിത്യതയിൽ എത്തിച്ചേരുവോളം ഒരു നല്ല ഉറച്ച വിശ്വാസം നൽകണം. वहां तक के नाव पहुंचने के लिए കർത്താവെ, ആ നിത്യതയുടെ ശാന്തതുറമുഖത്തെത്തുവോളം ഈ പടകെത്തുവാൻ അങ്ങ് ओ സഹായിക്കണം. प्रभु ऐसा होने दे. കർത്താവെ, അങ്ങ് അങ്ങനെ ചെയ്യുന്നതിനായി प्रभु, സ്തോത്രം. कई लोग इस संदेश को देखते हैं जो जीवन में उनका नाव में कई परेशानी, कई आंधी और तूफान का सामना कर रहे हैं. കർത്താവെ, ഞങ്ങളുടെ ഈ ശബ്ദങ്ങളെ കേൾക്കുന്ന കാണുന്ന അവരുടെ ജീവിതങ്ങൾ, ചിലരുടെ ജീവിതങ്ങളിൽ ഇതുപോലുള്ള പ്രയാസങ്ങൾ, കാറ്റും തിരമാലകളും ആഞ്ഞടിക്കുന്നുണ്ടപ്പാ. प्रभु, इस समय उनका जीवन में वो आपका उपस्थिति को महसूस करने पाए. കർത്താവെ, ഇപ്പോൾ തന്നെ ഈ നിമിഷം തന്നെ കർത്താവെ, അവരുടെ ജീവിതത്തിൽ വ്യക്തിപരമായി അങ്ങ് രുചിച്ചറിയുവാൻ അങ്ങ് അവിടുന്ന് वो സഹായിക്കും. उनका जीवन में आपका चंगाई का सामर्थ्य को महसूस करने पाए. കർത്താവെ, അങ്ങയുടെ സൗഖ്യമാക്കുന്ന കരത്തെ അവർ അവിടുന്ന് അനുഭവിച്ചറിയാൻ അങ്ങ് സഹായിക്കും. उनका बच्चों का जीवन में आपका उस अद्भुत कार्य को वो महसूस करने पाए, अनुभव करने पाए. കർത്താവെ, അവരുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ ഈ അത്ഭുതമായ ശക്തിയെ അവർ അനുഭവിച്ചറിയുവാൻ അങ്ങ് സഹായിക്കണം. वो जहां पर नौकरी करते हैं उस जगह पर वो परेशानी से गुजरते हैं तो आपका बलवंत हाथ को वो वहां पर महसूस करने पाए परमेश्वर. കർത്താവെ, അവർ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ അവർ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ, ദൈവത്തിന്റെ ശക്തിയെ അവർ അനുഭവിച്ചറിയട്ടെ. ऐसा लोग है, उनका परिवार में आंधी है, तूफान है. കർത്താവെ, ജീവിതത്തിൽ കാറ്റിനും കൊടുങ്കാറ്റിനും തിരമാലകൾക്ക് സമാനമായ വിഷയങ്ങളടിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്കായി ऐसा लगता है ये नाव उस पार नहीं पहुंचेगा. കർത്താവെ, അക്കരെ ഈ പടക് എത്തില്ല എന്ന് തോന്നുന്ന ചില വ്യക്തി ജീവിതങ്ങൾക്കായി ऐसा लगता है ये नाव बीच में इस पानी में डूब जाएगा. ഈ പടക് സമുദ്രത്തിന്റെ നടുവിൽ, ഈ ജീവിതയാത്രയുടെ നടുവിൽ ഇത് മുങ്ങിപ്പോകുമെന്ന് ചിന്തിക്കുന്നവരുടെ ജീവിതത്തിൽ ओ प्रभु, ऐसा लोगों को लेकर हम आपके चरणों में आते हैं. അങ്ങനെയുള്ള വ്യക്തി ജീവിതങ്ങളുമായി ഞങ്ങൾ അങ്ങയുടെ അടുക്കലേക്ക് आपका एक शब्द काफी है प्रभु. കർത്താവെ, അങ്ങയുടെ ഒരു വാക്ക് മതിയപ്പ. हम आपको पुकारते हैं കർത്താവെ, ഞങ്ങൾ അങ്ങോട്ട് നിലവിളിക്കുന്ന और आपने हमको दिया हुआ सामर्थ्य को हम इस्तेमाल करते हैं. കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് നൽകി തന്ന അധികാരത്തെ, ശക്തിയെ ഞങ്ങൾ ഉപയോഗിക്കുന്നു. आपने हमको कहा है मेरा नाम से तुम कहेगा और ऐसा हो जाएगा. കർത്താവെ, അങ്ങ് ഞങ്ങൾക്കൊരു വാഗ്ദത്തം നൽകി, എന്റെ നാമത്തിൽ കൽപ്പിച്ചാൽ അവിടെ അത് സംഭവിക്കും. आपने संसार में आकर हमारे लिए प्राण दिया और तीसरा दिन जी उठा. शैतान का सारे सामर्थ्य को, मृत्यु को और सारे बीमारी को आपने हरा दिया है. കർത്താവെ, അങ്ങ് ഈ ഭൂമിയിൽ കടന്നു വന്ന് 3.5 വർഷം കൊണ്ട് കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്ത്, അടയാളങ്ങൾ ചെയ്ത്, കാൽവരിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് നീ ശത്രുവിന്റെ സകല അധികാരങ്ങളെയും തകർത്തവനാണ്. ओ प्रभु, आपके नाम से आज बीमारियां चंगे हो जाएंगे. കർത്താവെ, അങ്ങയുടെ നാമത്തിൽ ഇന്ന് എല്ലാ രോഗികളും സൗഖ്യമാകട്ടെ. आपका नाम से ये जो आंधियां थम जाएगा. കർത്താവെ, അങ്ങയുടെ നാമത്തിൽ ഈ കൊടുങ്കാറ്റുകൾ ശാന്തമാകട്ടെ. एक भी दिन में और नहीं जी सकता है ऐसा सोचने वाले लोगों का जीवन में आज एक चमत्कार होने पाए. കർത്താവെ, ഒരു നിമിഷം കൂടി, ഒരു ദിവസം കൂടി ജീവിക്കില്ല എന്ന് ചിന്തിക്കുന്ന വ്യക്തി ജീവിതങ്ങളുടെ നടുവിൽ കർത്താവിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി അവിടുന്ന് വെളിപ്പെടണം. അപ്പാ, निराशा में डूबा हुआ जीवन में परमेश्वर का एक चमत्कार इसी वक्त, एक आश्चर्यकरम इसी वक्त होने पाए. കർത്താവെ, നിരാശകൾ താണുകൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളിൽ ഈ നിമിഷം കർത്താവെ അങ്ങയുടെ നാമത്തിൽ അവർ സന്തുഷ്ടരായി കർത്താവെ അങ്ങ് മഹത്വപ്പെടുത്തുവാൻ ഇടയാകട്ടെ. അപ്പാ, ओ प्रभु, आपका आश्चर्यकरम होने दे. കർത്താവെ, അങ്ങയുടെ നാമം മഹത്വപ്പെടുവാൻ ഇടയാകട്ടെ. आपका वचन में लिखा है आपने जब भीड़ को देखा आप तरस खाया. കർത്താവെ, അങ്ങയുടെ വചനത്തിൽ കാണുന്നു, ജനത്തെ കണ്ടു അങ്ങ് അവിടുന്ന് ദുഃഖിച്ചു. आप नहीं चाहते हमें से एक भी जन परेशानी से गुजरे. കർത്താവെ, അങ്ങ് ആഗ്രഹിക്കുന്നതിന് ഞങ്ങൾ ആരും പ്രതിസന്ധികളുടെ നടുവിലായിരിക്കണം. अगर आप हमको बुलाएंगे तो जरूर आप हमारे लिए काम करने वाला है. കർത്താവെ, അങ്ങ് ഞങ്ങളെ വിളിക്കുന്നുവെങ്കിൽ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി വലിയ ചെയ്യുമെന്നുള്ള ഉറപ്പ്. ऐसा होने दे परमेश्वर. കർത്താവെ, അങ്ങനെ തന്നെ സംഭവിക്കണം. आज अनेकों का जीवन में यीशु मसीह का सामर्थ्य को अनुभव करने वाला समय होने पाए. കർത്താവെ, ഇന്ന് അനേക വ്യക്തിജീവികളുടെ അവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്ന ഒരു ദിവസമായി മാറട്ടെ. यीशु मसीह के नाम से मांगते हैं. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. आमीन. ആമേൻ, ആമേൻ, ആമേൻ. परमेश्वर आप सबको आशीष दे. സർവ്വസ്വനായ ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കും.